സർവാടെ വിഭൂഷിതയായി ഈ കാടിന് നടുവിൽ എന്താണ് ഒറ്റയ്ക്ക്? മക്കൾ കൊണ്ട് കളഞ്ഞതോ ഭർത്താവ് ഉപേക്ഷിച്ചതോ? പറയൂ മാതാവേ. മാതാവോ? ഏത് വകുപ്പിലാണ് ഞാൻ നിന്റെ അമ്മച്ചിയാകുന്നത്? വരുന്നവർക്കും പോകുന്നവർക്കും കൊണ്ട കളയാൻ ഞാൻ എന്നാ പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ? പറയടി നീ. ഞാൻ തെക്കൻ ദേശം തൽക്കാലം വാഴും വർക്കല വിക്രമ മഹാരാജാവിന്റെ ടോക്കൺ നമ്പർ 12ാമത്തെ ഭഗ്നി ധവള രാജകുമാരി. തവളകൾക്ക് രാജകുമാരിമാര്? തവളയല്ല, ധവള രാജകുമാരി. ഇപ്പോൾ ഞാൻ വ്യാജമാതാവ്. നിന്നെ കണ്ട വ്യാജമാതാവാണെന്നേ തോന്നിക്കത്തുള്ളൂ. അത് പോട്ടടി, നീ ആരാന്ന് പറഞ്ഞില്ലല്ലോടി. തോപ്രാംകുടി ചെറുചേര രാജാവിന്റെ ചേരിചേര രാജാവോ? ഞങ്ങള് തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. നാട്ടുകാർ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇട്ട പേരാ ചേരിചേര രാജാവെന്ന്. ആ രാജന്റെ കർമ്മഭഗ്നിയാണ് ഞാൻ. കർമ്മഭഗ്നി അല്ല, ധർമ്മഭഗ്നി. അങ്ങേരെ അങ്ങ് തട്ടിപ്പോയി. ആ കർമ്മങ്ങളെല്ലാം ചെയ്തത് ഞാനാ. അതുകൊണ്ട് ആ കർമ്മഭഗ്നി എന്ന് പറഞ്ഞത് അല്ലേ? അടി പങ്കജേ, നിന്റെ കെട്ടുവൻ എവിടെ പോയി? എന്റെ രാജൻ കൊടുങ്കാട്ടിലേക്ക് നായാട്ടിന് പോയിരിക്കുക. അല്ല, ഇവിടെ വന്നത് ഒറ്റയ്ക്കാണോ? അല്ലല്ല, രാജകീയ രീതിയിലാണ് ഞാൻ വന്നത്. ഒരാൾ കുട പിടിച്ച്, മറ്റേയാൾ കുടിവെള്ളം പിടിച്ച്, രണ്ടുപേർ ബെഞ്ചാമരം പിടിച്ച്. എന്നിട്ട് അവരൊക്കെ എവിടെ? അവരെ പുലി പിടിച്ചു. അല്ലേ എടി, നീ ഏത് പള്ളിക്കൂടത്തിലാടി ഇവിടെ പഠിച്ചത്? ഇങ്ങനത്തെ കച്ചറ ചോദ്യങ്ങൾ ചോദിക്കല്ലേ, നമ്മൾ റാണിമാരല്ലേ. അയ്യോ, എന്നാൽ അങ്ങനെ രാജകീയമായിട്ട് തന്നെ ചോദിക്കാം. നീ ഏത് ഗുരുവിന്റെ കുലം? ഗുരുകുലം. എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ലേ. അതുകൊണ്ടാടി പെങ്കൊച്ച നിന്നോട് ഞാൻ ചോദിച്ചത്. എടി, നീ ഏത് പള്ളിക്കൂടത്തിലാ പഠിച്ചെന്ന്? ഞാൻ ശ്രവണ മുനിയുടെ ആശ്രമത്തിൽ 3 വർഷം ജീവൻ പണയം വെച്ചാ പഠിച്ചത്. പണയം വെച്ചപ്പോ എത്ര രൂപ കിട്ടിയടി? അതല്ലെന്ന്, മുനിയുടെ ഭാര്യയ്ക്ക് അയാളെ ഭയങ്കര സംശയം. ഞാൻ ചെന്നതിന്റെ പിറ്റേന്ന് തന്നെ അവൾ അയാളെ കാശിക്ക് പറഞ്ഞു വിട്ടു. വാശിക്കാരി. എന്തിട്ടോ? മുനിയല്ലേ ആള്. പുറകുവശം വഴി അടുക്കള ചായ്പി കേറി ഒളിച്ചിരുന്നു. എനിക്കല്ലേ അറിയുള്ളൂ മുനി അവിടെ തന്നെ ഉണ്ടെന്ന്. 3 വർഷം കഴിഞ്ഞ് മുനിയുടെ ആശ്രമത്തിൽ നിന്ന് ഞാൻ കൊട്ടാരത്തിലെത്തിയതിന്റെ പിറ്റേന്ന് മുനിയുടെ ഭാര്യ എന്നെ വിളിച്ച് പറയുക, കുമാരി, മുനി കാശിന്ന് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചിരിക്കുക. കണ്ടോ എന്നെ അങ്ങ് കോരി തഴിച്ച്. എടി, അവിടെ ഇനിയും വല്ല വേക്കൻസി ഉണ്ടോടി? അയ്യടി മോളെ, അല്ല, റാണിയുടെ മംഗല്യം കഴിഞ്ഞതാണോ? എവിടെ? ഞാൻ ഒളിച്ചു പോയല്ല. എന്തിന്? എന്നെ ആരുടെയും തലയിലൊന്ന് കെട്ടി വെക്കാൻ വേണ്ടി എന്റെ അച്ഛൻ ഒരു മത്സരം നടത്തി. ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വിളംബരം ചെയ്ത്. എന്നിട്ട് മഹാരാജാക്കന്മാര് വന്നോ? ദൈവദോഷം പറയരുതല്ലോ. ആ ഭാഗത്തോട്ടൊരു പട്ടിക്കണ്ട പോലും തിരിഞ്ഞു നോക്കി. എങ്ങനെ വരും? വിജയിച്ചു വരുന്ന ആൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്ന ഇത്രയും വലിയ കടന്ന ശിക്ഷയല്ലേ? എന്താ ഇത്രയും സൗന്ദര്യമുള്ള ഈ റാണി, ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന ഈ റാണിയെ നിനക്ക് പുണ്യമല്ലേടി? എന്നാൽ നീ എന്റെ 18 അടവുകൾ കണ്ടിട്ട് ഈ കാടിന് വെടി പോയാ മതി. ഞാൻ വെറുതെ പറഞ്ഞത്. എങ്ങനെങ്കിലും ഈ കൊടുങ്കാട്ടിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? വേണ്ട 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 വേണ്ട, നീ എന്റെ അടവുകൾ 18 നോക്കടി. വലത്തോട്ട് തിരിഞ്ഞ്, ഇടത്തോട്ട് തിരിഞ്ഞ്, ഇടത്തുകാൽ വെച്ച്, വലത്തുകാൽ വെച്ച്. അയ്യോ, മലർന്ന് നിവർന്ന് കവന്നിരുന്ന്. അയ്യോ, എന്റെ കാലേ ഗർഭം. എടി, ആ ചൗന്തളയുടെ കാലേ കൊണ്ട ഗർഭം എന്റെ കാലേല്. ശകുന്തളയുടെ കാലേ കൊണ്ടത് ഗർഭം, നിന്റെ കാലേ കൊണ്ടത് വെറും മുള്ളടി. എടി, എന്നെ ഒന്ന് പൊക്കിക്കാടി പെങ്കൊച്ചേ. കയ്യാത്ത മാട് കയ്യാല വീഴുമ്പോ ഓർക്കണായിരുന്നു. പുലിയല്ലേ വരുന്നത്, ഓടിക്കോ. കൊണ്ടുപോടി. എനിക്ക് തന്നെ ഓടാൻ മേല, പിന്നെ ഈ ചാക്കും കെട്ടെടുത്തോണ്ട് ഞാൻ എങ്ങനെ ഓടാനാ? ഈ കാലയിൽ മത്തം കെട്ടി വെച്ചോളൂ. എന്തിനാ അങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വാ, പുലി അവിടുന്നാ വരുന്നത്. എടി, ഏതായാലും ആ പുലി എന്നെ തിന്നുവേണ്ടി എന്നെ